സോ ലാസ്റ്റ് ക്ലാസ് നമ്മൾ അസറ്റൈൽ കൊളൈൻ്റെ സിന്തസിസും സ്റ്റോറേജും ഒക്കെ പഠിച്ചു. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കോളിനർജിക് റിസപ്റ്റേഴ്സ്. ഓക്കെ, സോ അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്തതിന് ശേഷം അത് എവിടെ ആക്ട് ചെയ്യുന്നു അല്ലെ, ആ റിസപ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദർ ആർ 2 ക്ലാസ്സസ് ഓഫ് റിസപ്റ്റേഴ്സ് ഫോർ അസറ്റൈൽ കൊളൈൻ. ഏതൊക്കെയാണ്? നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും muscarinic receptors. So there are 2 receptors for cholinergic, that is acetylcholine, that is nicotinic and muscarinic. Muscarinic ഈസ് ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ. അത് ഓർത്തു വെച്ചേക്കുക. മസ്കുറാനിക് എന്താണ്? ജി പ്രോട്ടീൻ കപ്പിൾഡ് ആണ്. നിക്കോട്ടിനിക് എന്ന് പറയുന്നത് ലിഗാൻ ഗേറ്റഡ് കാറ്റയോൺ ചാനൽസ് ആണ്. ഓക്കെ, ലിഗാൻ ഗേറ്റഡ് കാറ്റയോൺ ചാനൽ റിസപ്റ്റർ ആണ് നിക്കോട്ടിനിക്കിനുള്ളത്. മസ്കുറാനിക്കിന് ജി പ്രോട്ടീനും. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് 2 ടൈപ്പ് ആണ്, എൻ എമ്മും എൻ എന്നും. ഏതാണ്? എൻ എം ആൻഡ് എൻ എൻ. എൻ എം എന്ന് പറയുന്ന റിസപ്റ്റർ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക? ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലായിരിക്കും കാണാൻ കഴിയുക. എവിടെയാണ്? എൻ എം ജെ, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അവിടെയാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുക? എൻ എം കാണാൻ കഴിയുക. എൻ എം ടൈപ്പ് റിസപ്റ്റേഴ്സ്. എൻ എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഓട്ടോണോമിക് ഗാംഗ്ലിയ അല്ലെങ്കിൽ അഡ്രിനൽ മെഡുല, ഈ ഏരിയയിലാണ് നമുക്ക് എൻ കാണാൻ കഴിയുക. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇല്ലേ, അതിനകത്ത് ആ എൻ ഓർത്തോളുക. അപ്പം ആ എൻ എന്നുള്ള റിസപ്റ്റർ നമുക്ക് എവിടെയാണ് കാണുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, അഡ്രിനൽ മെഡുല, ഓട്ടോണോമിക് ഗാംഗ്ലിയ, ഈ ഏരിയയിലാണ് എൻ കാണാൻ കഴിയുക. മസ്കുറാനിക് റിസപ്റ്റർ 5 ടൈപ്സ് ഉണ്ട്, M1, M2, M3, M4 ആൻഡ് M5. സോ ഇതിനകത്ത് ഫസ്റ്റ് 3 ആണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുക. M1, M2 and M3. M1 striatum cortex hippocampus and M2 എന്ന് പറയുന്നത് ഫോർ ബ്രെയിൻ, തലാമസ്, ഹേർട്ട്, പ്യൂപ്പിൾ, സ്പൈനൽ കോഡ്, എക്സോക്രീൻ. M2 ഓർത്ത് വെച്ചേക്കുക, ഹേർട്ടിലാണ് കാണുന്നത് കൂടുതലായിട്ടും. ഹേർട്ടിലുള്ളത് M2 എന്നുള്ളത് അത് മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ, M3 എന്നുള്ളത് ബ്രെയിൻ, ഹൈപ്പോതലാമസ്, പ്യൂപ്പിൾ, എക്സോക്രീൻ, പെരിഫറൽ ആർട്ടറീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു റിസപ്റ്ററിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. So this is the picture of a nicotinic acetylcholine receptor. So ഈ റിസപ്റ്റർ നമുക്ക് എവിടെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലാണ് കാണുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് റിസപ്റ്റർ ഇസ് എൻ എം ടൈപ്പ് ഓഫ് റിസപ്റ്റർ. എന്തുകൊണ്ടാണ് എൻ എം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹാവിങ് ആൽഫ 2 ആൽഫ യൂണിറ്റ്. നിങ്ങൾക്ക് കാണാമല്ലേ, 2 ആൽഫ യൂണിറ്റ് ഉണ്ട്, ഒരു ബീറ്റ യൂണിറ്റ് ഉണ്ട്, ഒരു ഗാമ യൂണിറ്റ് ഉണ്ട്, ഒരു ഡെൽറ്റ യൂണിറ്റ് ഉണ്ട്. ഇങ്ങനെ വരുന്ന റിസപ്റ്റേഴ്സിനെ എന്താണ് പറയുന്നത്? എൻ എം ടൈപ്പ് റിസപ്റ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് ആൽഫ യൂണിറ്റിൽ കാണാം അല്ലേ, ഒരു ലിഗാൻ ബൈൻഡിങ് ഡൊമൈൻ ഉണ്ട്. അവിടെയാണ് എന്ത് ബൈൻഡ് ചെയ്യുന്നത്? അസറ്റൈൽകൊളൈൻ അല്ലെങ്കിൽ നിക്കോട്ടിനിൻ ബൈൻഡ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പം ഇതിന് 5 ട്രാൻസ്മെംബ്രെയിൻ യൂണിറ്റ്സ് ആണുള്ളത്. അത് മൊത്തത്തിൽ ചേരുമ്പോഴാണ് ഒരു പോളിപെപ്റ്റൈഡ് ആയിട്ട് മാറുന്നത്. ആ പോളിപെപ്റ്റൈഡിൻ്റെ നടുക്കൂടെ ഒരു സെൻട്രൽ അക്വസ് പോറുണ്ട്. ആ പോറിനെ ചുറ്റിയാണ് എന്തുള്ളത്? ഈ 5 സബ് യൂണിറ്റ്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. 5 സബ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ആൽഫ, ബീറ്റ, 2 ആൽഫ, 1 ബീറ്റ, ഗാമ, ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഈ 5 എണ്ണം ഇങ്ങനെ ചുറ്റിയിരിക്കും. നടുക്കൂടെ എന്തുണ്ട്? ഒരു അക്വസ് പോറുണ്ട്. സോ വെൻ അസറ്റൈൽകൊളൈൻ ബൈൻഡ്സ് ദാറ്റ് ആൽഫ യൂണിറ്റിനെ അസറ്റൈൽകൊളൈൻ ബൈൻഡിങ് സൈറ്റിൽ വന്ന് അസറ്റൈൽകൊളൈൻ ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ആൽഫ ഹെലിക്സ് ഫോമിങ് ഗേറ്റ് ഇല്ലേ, കണ്ടോ? ഒരു ആൽഫ ഹെലിക്സ് ഫോമിങ് ഗേറ്റ്. ആ ഹെലിക്സ് എന്ത് ചെയ്യും? ഓപ്പൺ അപ്പ് ആവും. ഓക്കെ, ഓപ്പൺ അപ്പ് ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ സോഡിയത്തിന് അകത്തോട്ട് എൻട്രി കിട്ടുന്നത്. ഇതൊരു സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇത് അകത്തോട്ട്, സോഡിയത്തിന് സെല്ലിനകത്തോട്ട് എൻട്രി ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു റിസപ്റ്റർ, ഈ ടൈപ്പ് റിസപ്റ്ററിലാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. വിത്തിൻ മില്ലി സെക്കൻഡ്സിൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കും. അതേസമയം നമ്മൾ മസ്കുറാനിക് റിസപ്റ്റർ ഏത് ടൈപ്പാണ്? ജി പ്രോട്ടീൻ ആണ്. അതിലേക്കൂടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇറ്റ് ടേക്ക് സം അവേഴ്സ്. ഓക്കെ, അവേഴ്സ് എടുക്കും ഇമ്പൾസ് ട്രാൻസ്മിഷനായിട്ട്. അതേസമയം ഇവിടെ എന്ന് പറയുന്നത് മില്ലി സെക്കൻഡ്സിൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ടേക്ക് പ്ലേസ് ചെയ്യും. സോ എന്തുകൊണ്ടാണ് ഇറ്റ് അട്രാക്ട്സ്, ഈ ഒരു നിക്കോട്ടിനിക് റിസപ്റ്റർ പോസിറ്റീവായിട്ടുള്ള അയോൺസിനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻ നെഗറ്റീവ്ലി ചാർജ് അമിനോ ആസിഡ് ഇൻ ദ സെഗ്മെൻറ്റ്സ്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിനകത്ത് കാണാം നെഗറ്റീവ് ഇട്ടേക്കുന്നത് അല്ലേ, ഒരു സൈഡിലായിട്ട് കണ്ടോ, ഒരു നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് അമിനോ ആസിഡ്. ദോസ് അമിനോ ആസിഡ് അട്രാക്ട്സ് ദി പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതുകൊണ്ടാണ് അത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സോഡിയത്തിനെയും അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള അയൺസിനെയും അത് അട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ഒരു സെല്ലിൻ്റെ പെർമിയബിലിറ്റി അത് അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാനുള്ളത്.
So there is another picture of nicotinic receptor. The നോർമലായിട്ടൊരു നിക്കോട്ടിനിക് റിസപ്റ്റർ ആണ് സിനാപ്റ്റിക് ഫേസ് ആൽഫ യൂണിറ്റ് ഒക്കെ കാണിച്ചിട്ട്. സോ ഇവിടെ നോക്കിക്കേ, മസിലിനകത്ത് അതായത് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ യു ക്യാൻ സീ a receptor which is having 2 alpha subunit, 1 beta unit and gamma unit and delta unit. അതേസമയം നിങ്ങൾക്ക് ന്യൂറോണൽ അതായത് എൻ റിസപ്റ്റേഴ്സ് ആണെങ്കിൽ യു ക്യാൻ സി ഒൺലി ആൽഫ ആൻഡ് ബീറ്റ യൂണിറ്റ്സ്. ഓക്കെ, ചിലയിടത്ത് ആൽഫ അല്ലെങ്കിൽ ആൽഫ ബീറ്റ യൂണിറ്റ്സേ ഉണ്ടാവുള്ളൂ, ഗാമ ഡെൽറ്റ യൂണിറ്റ്സ് കാണില്ല. എവിടെയാണ് എൻ റിസപ്റ്റേഴ്സ് ആണെങ്കിൽ ദെയർ വോണ്ട് ബി എനി ഗാമ ഓർ ഡെൽറ്റ യൂണിറ്റ്സ്, ഒൺലി ആൽഫ ആൻഡ് ബീറ്റ യൂണിറ്റ്സ് വിൽ ബി അവൈലബിൾ ഫോർ എൻ ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ്. സോ ഈ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. നിക്കോട്ടിന് അസറ്റിൽകൊളൈൻ മാത്രമല്ല ബൈൻഡ് ചെയ്യുന്നത്, ഇറ്റ് ആൾസോ റെക്കഗ്നൈസ് ഓർ ഇറ്റ് ആൾസോ വിൽ ബൈൻഡ് വിത്ത് നിക്കോട്ടിൻ എവിടെയാണ് കാണുന്നത്? നമ്മൾ ടിബോക്കോയിലൊക്കെ ഉള്ളത് എന്താ? നിക്കോട്ടിനാണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ ചെറുതായിട്ടൊരു വീക്ക് അഫിനിറ്റി ഉണ്ട് എന്തുമായിട്ട്? മസ്കറൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് അതിന് ചെറിയൊരു അഫിനിറ്റി ഉണ്ട്. മസ്കറൈൻ എന്ന് പറയുന്നത് ഒരു മഷ്റൂമിൽ നിന്ന് കിട്ടുന്നൊരു പ്രോഡക്റ്റാണ്. ഈ മസ്കറൈന് സെയിം ആ അസറ്റൈൽ കൊളൈൻ്റെ ആക്ഷനെ മിമിക് ചെയ്യുന്ന ഒരു മൈമെറ്റിക് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഇതാണ് മസ്കറൈൻ. ഇമിറ്റേറ്റ് ദ ആക്ഷൻ ഓഫ് അസറ്റൈൽ കൊളൈൻ. ഓക്കെ, സോ മസ്കറൈനുമായിട്ട് ചെറുതായിട്ടൊരു അഫിനിറ്റി ഉള്ള ഒരു കോമ്പൗണ്ടാണ് മസ്കറൈൻ. ഓക്കെ, അപ്പോൾ ഈ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനകത്ത് എന്തൊക്കെയാണ് ബൈൻഡ് ചെയ്യുന്നത്? മെയിനായിട്ട് അസറ്റൈൽ കൊളൈനും നിക്കോട്ടിനും. ഓക്കെ, സോ ഇത് കമ്പോസ്ഡ് ഓഫ് 5 സബ് യൂണിറ്റ്സ് ആണ്, ലിഗാൻഡ് ഗേറ്റഡ് ആണ്. ലിഗാൻഡ് എന്ന് വന്ന് അസറ്റൈൽ കൊളൈൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പം ഓപ്പൺ ആവും. ഓക്കെ, ബൈൻഡിങ് ഓഫ് 2 അസറ്റൈൽ കൊളൈൻ മോളിക്യൂൾ എലിസിറ്റ്സ് എ കൺഫോർമേഷണൽ ചേഞ്ച് ദാറ്റ് അലൗ ദ എൻട്രി ഓഫ് സോഡിയം അയോൺസ് ആൻഡ് ഡീപോളറൈസേഷൻ ഓഫ് ദ എഫക്റ്റഡ് സെൽ. നിക്കോട്ടിൻ ഓർ അസറ്റൈൽ കൊളൈൻ ഇനിഷ്യലി സ്റ്റിമുലേറ്റ്സ് ആൻഡ് ദെൻ ബ്ലോക്ക് ദ റിസപ്റ്റർ. അത് നോക്കി വെച്ചേക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ എപ്പോഴാണോ അസറ്റൈൽ കൊളൈൻ വന്ന് ആ ലിഗാൻഡ് ബൈൻഡിങ് ഡൊമൈനിൽ ബൈൻഡ് ചെയ്യുന്നത് അപ്പോഴത് സ്റ്റിമുലേറ്റ് ആവും. സ്റ്റിമുലേറ്റ് ആയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഡീസെൻസിറ്റൈസ്ഡ് ആയി പോകും അത്. കാരണം ആ സ്റ്റിമുലേഷൻ കുറച്ച് നേരം നിൽക്കില്ല, ഒന്ന് സ്റ്റിമുലേറ്റ് ആവും, ദെൻ again it goes to desensitization state and get blocked. ആ ഒരു ചാനൽ അങ്ങ് ബ്ലോക്ക് ആകും. ഓക്കെ, അപ്പം ഫർദറായിട്ട് സോഡിയത്തിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസിൻ്റെ എൻട്രി അത് അലൗ ചെയ്യില്ല. ഓക്കെ, സോ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് എവിടെയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്? എവിടെയൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇത് ആൾറെഡി നമ്മളൊന്ന് പറഞ്ഞു, അവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ദോസ് അറ്റ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അപ്പോൾ ന്യൂറോ മസ്കുലർ ജംഗ്ഷനുള്ളത് NM ആണ്, ബാക്കിയുള്ളതെല്ലാം NN ആണ്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഓഫ് ഓട്ടോണോമിക് ഗാംഗ്ലിയ ഡിഫർ ഫ്രം ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അപ്പം ഈ രണ്ടിടത്തും ഉള്ള ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലുള്ളതും ന്യൂറോ എന്നിലും ഉള്ളതും രണ്ടും രണ്ടാണ്, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഈ ഗാംഗ്ലിയോണിക് റിസപ്റ്റേഴ്സിൽ സെലക്റ്റീവായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രഗാണ് ഹെക്സാമിത്തോണിയം എന്ന് പറയുന്ന ഡ്രഗ്. ഇറ്റ് സെലക്റ്റീവ്ലി ബ്ലോക്ക് ഗാംഗ്ലിയോണിക് റിസപ്റ്റർ. ബട്ട് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ മാത്രം ബ്ലോക്ക് ചെയ്യുന്നതാണ് എന്ത്? ട്യൂബുകുറാറിൻ. ട്യൂബുകുറാറിൻ എന്ന് പറയുന്ന ഒരു പോയിസൺ ആണ്. അപ്പം ആ ഒരു പോയിസൺ എൻട്രി നമ്മളിപ്പം ഈ കൂടുതലും ഈ വേട്ടയാടാനൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ അമ്പിലൊക്കെ പണ്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ട്യൂബുകുറാറിൻ എന്ന് പറയുന്ന പോയിസൺ. അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ പാരാലിസിസ് ഉണ്ടാവും, മസിലിന് പാരാലിസിസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് കൂടുതൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ രണ്ട് റിസപ്റ്റേഴ്സും ഡിഫറെൻ്റ് ആണ് എന്നുള്ളത്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ആണെങ്കിൽ കൂടിയും ദേ ആർ ഡിഫറെൻറ്റ്. ഓക്കെ, NNും NMും രണ്ടും രണ്ട് തന്നെയാണ്. സോ ഈ ഒരു പിക്ചറിൽ ഞാൻ ഡീസെൻസിറ്റൈസേഷൻ കാണിക്കാൻ വേണ്ടി ഒന്ന് ഇട്ടേക്കാണ്. അപ്പം ആദ്യത്തെ നമ്മൾ നിക്കോട്ടിനിക് റിസപ്റ്ററാണ്. അപ്പം വിത്തൗട്ട് ബൈൻഡിങ് ലിഗാൻഡ്, അതായത് അസറ്റൈൽ കൊളൈൻ ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് കാണുന്നത്. അപ്പം അവിടെ ബൈൻഡ് ചെയ്തിട്ടില്ല. സോ ആഫ്റ്റർ ബൈൻഡ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? ആക്ടിവേഷൻ നടക്കും. അതായത് ആൽഫ യൂണിറ്റ്സിൽ അസറ്റൈൽ കൊളൈൻ ബൈൻഡ് ചെയ്തതിന് ശേഷം സെൽ ഗെറ്റ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സെൽ ഓപ്പൺ അപ്പ് ആകും, ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയോൺസ് ഉണ്ടാകും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് അസറ്റൈൽ കൊളൈൻ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ബൈൻഡ് ചെയ്ത് ഇരുന്നാൽ സെൽ വിൽ അണ്ടർഗോ ഡീസെൻസിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെൽ വിൽ ഗെറ്റ് ബ്ലോക്ക്ഡ്. സെൽ എന്താവും? ബ്ലോക്ക് ആകും. സോ ബ്ലോക്ക് ആയതിനു ശേഷം എന്ത് സംഭവിക്കും? എഗെയിൻ ഈ അസറ്റൈൽ കൊളൈൻ ആ ഒരു ബൈൻഡിങ് സെറ്റിൽ നിന്ന് മാറിയാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? വീണ്ടും പഴയ സ്റ്റേറ്റിലോട്ട് അത് തിരിച്ചു പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പിക്ചറിൽ പറയുന്നത്. സോ ഇവിടെ കമ്പയർ ചെയ്തേക്കാണ് ന്യൂറോ മസ്കുലാറും NN റിസപ്റ്ററും ഗാംഗ്ലിയോണിക് ടൈപ്പുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തേക്കാണ്. ലൊക്കേഷൻ
ആദ്യമേ നമുക്ക് ന്യൂറോ മസ്കുലാർ മാത്രം നോക്കാം. ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ മാത്രമാണ് NM ടൈപ്പ് കാണുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്കെൽറ്റൽ മസിലിൻ്റെ കോൺട്രാക്ഷൻ ആണ്. സ്റ്റിമുലേറ്റ് സ്കെൽറ്റൽ മസിൽ കോൺട്രാക്ഷൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? പോസ്റ്റ് സിനാപ്റ്റിക് ആൻഡ് എക്സൈറ്റേറ്ററി, അതായത് എക്സൈറ്റേറ്ററി ഫംഗ്ഷനാണ്. അതായത് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യം പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. എഗണിസ്റ്റ്, അതായത് വിത്ത് സ്റ്റിമുലേറ്റ് ദാറ്റ് ആക്ഷൻ, NMൻ്റെ ആ റിസപ്റ്ററിൻ്റെ ആക്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? അസറ്റൈൽ കൊളൈൻ, കാർബക്കോൾ, ഡെക്സാമിത്തോണിയം. അതുപോലെ തന്നെ സക്സിനൈൽ കൊളൈൻ, ഇറ്റ് ആക്ട് ആസ് അഗോണിസ്റ്റ്. ബട്ട് സക്സിനൈൽ കൊളൈൻ വിൽ ബൈൻഡ്, ഇറ്റ് ഗെറ്റ് ആക്ടിവേറ്റ്, ആ ഒരു റിസപ്റ്റർ ആക്ടിവേറ്റ് ചെയ്യും ആൻഡ് സ്റ്റിക്ക് ഇറ്റ് ആൻഡ് ഗോട്ട് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് അവേ, അതായത് ആ ഒരു ബൈൻഡ് ചെയ്ത് അവിടെ സ്റ്റിക്ക് ചെയ്ത് തന്നെ അങ്ങ് ഇരിക്കും, അത് അവിടെ നിന്ന് മാറില്ല. സോ ഇറ്റ് ഗെറ്റ് ഡീസെൻസിറ്റൈസ്ഡ് ആൻഡ് ദർ വോണ്ട് ബി എനി ഫർദർ സ്റ്റിമുലേഷൻ, അവിടെ ഫർദറായിട്ട് പിന്നെ സ്റ്റിമുലേഷൻ ഒന്നും നടക്കില്ല. സോ ഇറ്റ് ആക്ട് ആസ് എ പാരലൈസിങ് ഏജൻറ്റായിട്ട് അത് ആക്ട് ചെയ്യാറുണ്ട്. സോ ഇഫ് ദർ ഈസ് ഓവർ സ്റ്റിമുലേഷൻ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഫർദർ കോൺട്രാക്ഷൻ. ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് സെലക്റ്റീവ് സ്റ്റിമുലേറ്റഡ് ബൈ ഫിനൈൽ ട്രൈമീഥൈൽ അമോണിയം PTMA. ആൻറ്റഗോണിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് D-ട്യൂബോകുറാറിൻ, അട്രാക്യൂറിയ ഒക്കെയാണ് ആൻറ്റഗോണിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ കോൺട്രാക്ഷനെ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ആൻറ്റഗോണിസ്റ്റ് വിച്ച് ഓപ്പോസിറ്റ് ദ ആക്ഷൻ ഓഫ് അഗോണിസ്റ്റ് അല്ലേ. അപ്പോൾ ട്യൂബോകുറാറിൻ എന്താ ചെയ്യുന്നത്? അസറ്റൈൽ കൊളൈൻ്റെ ആക്ഷനെ ഓപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് ട്യൂബോകുറാറിൻ നമ്മളിപ്പോൾ ലോ ഡോസ് കൊടുത്താൽ പാരാലിസിസ് ഓഫ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഹൈ ഡോസിലാണ് ട്യൂബോകുറാറിൻ കൊടുത്തതെന്ന് വെച്ചോ, എന്ത് സംഭവിക്കും? ബ്രോങ്കിയൽ മസിലും പാരാലിസിസ് ആവും ആൻഡ് ഇറ്റ് വിൽ കോസ് ഡെത്ത്. ഓക്കെ, അപ്പം അത് ഒരു ഇതാണ്, ഓർത്ത് വെച്ചേക്കുക. അടുത്തത് NN റിസപ്റ്റർ എവിടെയാണ്? എക്സെപ്റ്റ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ വെച്ച് ബാക്കി എല്ലായിടും കാണുന്നത് മിക്കവാറും എന്താണ്? NN ടൈപ്പ് റിസപ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഗാംഗ്ലിയോണിക്കിലും മട്രിനൽ മെഡുല, സ്പൈനൽ കോഡ്, ബ്രെയിൻ ഒക്കെ കാണുന്നത് NN ടൈപ്പാണ്. ഫംഗ്ഷൻ ഡീപോളറൈസിങ്, സ്റ്റിമുലേറ്റ് ആൾ ഓട്ടോണോമിക് ഗാംഗ്ലിയ. അടുത്ത മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എക്സൈറ്റേറ്ററി തന്നെയാണ്. സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻ, അതായത് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ഇൻഫ്ലക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഇൻടേക്ക് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ കാൽസ്യം ചാനൽ ഓപ്പണിംഗ്. അഗോണിസ്റ്റായിട്ട് സെയിം അസറ്റൈൽ കൊളൈൻ, നിക്കോട്ടിൻ. ദേ ആർ സെലക്റ്റീവ്ലി സ്റ്റിമുലേറ്റഡ് ബൈ ഡൈമീഥൈൽ ഫീനൈൽ പൈപ്രസിനിയം. ഓക്കെ, മറ്റേതാണെങ്കിൽ PTMA ആണ്, ഇത് DMPP ആണ്. ഫീനൈൽ ട്രൈമീഥൈൽ അമോണിയം ആയിരുന്നു NN-ന് ഡൈമീഥൈൽ ഫീനൈൽ പൈപ്രസിനിയം ആണ്. ആൻറ്റഗോണിസ്റ്റ് ഹെക്സാമീത്തോണിയം, മെക്കാമിലമൈൻ, ട്രൈമീത്തോഫീൻ. Next receptor is muscarinic receptor. So these receptors are binding to acetylcholine. Acetylcholine കൂടാതെ it recognize muscarine, an alkaloid that present in certain types of mushroom. പോയിസണസ് ആയിട്ടുള്ള മഷ്റൂമിലുള്ളതാണ് muscarine, ഞാൻ ആൾറെഡി പറഞ്ഞു. The muscarinic receptor show only weak affinity for nicotine. അപ്പോൾ muscarinic receptor എപ്പോഴും നിക്കോട്ടിന് വീക്ക് അഫിനിറ്റിയെ കാണിക്കും. നിക്കോട്ടിനിക് റിസപ്റ്റർ വീക്ക് അഫിനിറ്റിയെ കാണിക്കും. എന്തിന്? മസ്കുറൈന്. 5 subclasses of muscarine receptors ഏതൊക്കെയാണോ? M1, M2, M3, M4 ആൻഡ് M5. അത് ആൾറെഡി ഞാൻ പറഞ്ഞതാണ്. സോ നമുക്ക് എങ്ങനെ ഇതിനകത്ത് M1, M2, M3, M4, M5 ഉണ്ട്. ഏതാണ് എക്സൈറ്ററി, ഏതാണ് ഇൻഹിബിറ്ററി എന്ന് എളുപ്പം പഠിച്ചു വെക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഇത്. നോക്കിയാൽ M എന്ന് എഴുതിയിട്ട് മുകളിലോട്ടുള്ളത്, അതായത് മുകളിലുള്ളതെല്ലാം എന്താണ്? എക്സൈറ്ററി ആണ്. താഴോട്ടുള്ളതെല്ലാം എന്ത്? M2, M4 അതെല്ലാം ഡൗൺ ആയിട്ടുള്ളതാണ് അല്ലേ, അതെല്ലാം ഇൻഹിബിറ്ററി ആക്ഷൻ. ഓക്കെ, അപ്പം M1, M3, M5 എവിടെയുണ്ടോ അതിനെല്ലാം എക്സൈറ്റേറ്ററി ആക്ഷനാണ്, അതായത് സ്റ്റിമുലേറ്ററി ആക്ഷനാണ് തരുന്നത്. അതേസമയം M2ഉം M4ഉം എവിടെയെല്ലാം ഉണ്ടോ, ആ റിസപ്റ്റേഴ്സ് എവിടെയെല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം എന്ത് ആക്ഷനാണ്? ഇൻഹിബിറ്ററി ആക്ഷനാണ്. അപ്പം ഇനി പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല ഏതാണ് എക്സൈറ്ററി ഏതാണ് ഇൻഹിബിറ്ററി എന്ന്, തിരിഞ്ഞു പോവില്ലല്ലോ. സോ ഇത് മോളിക്കുലാർ മെക്കാനിസം അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് മസ്കുറാനിക് റിസപ്റ്റേഴ്സിൻ്റെയാണ്. സോ വെൻ അസറ്റൈൽ കൊളൈൻ ബൈൻഡ് ടു ദി G protein റിസപ്റ്റർ, നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനിൽ അസറ്റൈൽ കൊളൈൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എഫക്റ്റർ ഡൊമൈൻ വിൽ ഗെറ്റ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? G protein വന്ന് ബൈൻഡ് ചെയ്യും. സോ G protein ഗെറ്റ് ആക്ടിവേറ്റഡ്. G protein ആക്ടിവേറ്റ് അല്ലാത്ത ഡീആക്ടിവേറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് ക്യാരിങ് GDP. ഓക്കെ, അതായത് G പ്രോട്ടീനകത്ത് എന്തൊക്കെയുണ്ട്? ആൽഫ യൂണിറ്റ് ഉണ്ട്, ബീറ്റ യൂണിറ്റ് ഉണ്ട്, ഗാമ യൂണിറ്റ് ഉണ്ട്. ആൽഫ യൂണിറ്റിലാണ് എന്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത്? GDP അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ വെൻ സിഗ്നൽ അപ്പം സിഗ്നൽ എപ്പം വരുന്നോ അപ്പോൾ എന്ത് സംഭവിക്കും?
ഈ ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ആവും. അപ്പം എന്ത് സംഭവിക്കും? ഇറ്റ് ത്രോ എവേ GDP ആൻഡ് ഗെയിൻ GTP. ഡൈഫോസ്ഫേറ്റ് മാറി ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പം ഇറ്റ് ഡിറ്റാച്ച് ഫ്രം ബീറ്റ ആൻഡ് ഗാമ. ബീറ്റയിൽ നിന്നും ഗാമയും ഡിറ്റാച്ച് ചെയ്ത് ആൽഫ യൂണിറ്റ് വിത്ത് GTP. ഇവിടെ ആൽഫ ക്യൂ ആണ്. GQ പ്രോട്ടീൻ ആയതുകൊണ്ട് ആൽഫ ക്യൂ യൂണിറ്റ് വിത്ത് GTP സ്റ്റിമുലേറ്റ്. ഏതിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഫോസ്ഫോലിപ്പേസ് C. അതായത് നമ്മളുടെ മെംബ്രെയിനിനകത്തുള്ള, നമ്മളുടെ ആ സെൽ മെംബ്രെയിനകത്തുള്ള ഫോസ്ഫോലിപ്പേസ് Cയെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതെന്തിനെ ഇൻറ്റേൺ ആക്ടിവേറ്റ് ചെയ്യും? ഫോസ്ഫാറ്റിഡൈൽ അയണോസൈറ്റസോൾ ഡൈഫോസ്ഫേറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേറ്റ് ആകുമ്പോൾ ഇൻറ്റേൺ ഇറ്റ് പ്രൊഡ്യൂസ് 2 പ്രോട്ടീൻസ്. ഏതൊക്കെയാണ്? IP3യും DAGയും. ഓക്കെ, അയണോസൈറ്റസോൾ ട്രൈഫോസ്ഫേറ്റും ഡൈ അസൈഡ് ഗ്ലിസറോളുമായിട്ട് അത് മാറും. IP3 എന്താണ് ചെയ്യുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തുള്ള അതവിടെയാണ് എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? കാൽസ്യം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫ്രം ദെയർ ദ കാൽസ്യം ഈസ് റിലീസ്ഡ് ഔട്ട്. സ്റ്റിമുലേറ്റ് ചെയ്യും, ഈ കാൽസ്യം ചാനലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ദെയർബൈ ദെയർ വിൽ ബി ദ ഇൻഫ്ലക്സ് ഓഫ് കാൽസ്യം ഇൻ ടു ദ സൈറ്റസോൾ. സൈറ്റസോളിലോട്ട് കാൽസ്യത്തിൻ്റെ റിലീസ് ഉണ്ടാവും. കാൽസ്യം പ്ലസ് കാൽമുഡിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. സോ ദാറ്റ് calcium with calmodulin complex activate on light chain kinase and get phosphorylated. Light chain kinase again get phosphorylated and myosin light chain kinase ne phosphorylate ചെയ്യും. thereby smooth muscle contraction ഉണ്ടാകും. ഓക്കെ, സോ അടുത്തതെന്ന് വെച്ചാൽ DAG ആണ്. DAG എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും? പ്രോട്ടീൻ കൈനേസ് സിയെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ് സി എന്ത് ചെയ്യും? ടാർഗറ്റ് പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അതുവഴി നമ്മളെ സെല്ലിനകത്തുള്ള ഫംഗ്ഷനെ എല്ലാം ആൾട്ടർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസറ്റൈൽ കൊളൈൻ വന്ന് മസ്കുറാനിക് റിസപ്റ്ററിനകത്ത് ബൈൻഡ് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഓക്കെ, ഇത്രയും എവിടെയാണ്? മസ്കുറാനിക് റിസപ്റ്ററാണ്, GQ പ്രോട്ടീനാണ്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു. സോ നോക്കി, ഇവിടെ ഒരു കാര്യമുണ്ട്. M1ഉം M3യുമാണ് GQ പ്രോട്ടീൻ. കാരണം സ്റ്റിമുലേറ്ററി ആക്ഷൻ തരുന്നത് GQ ആണ്. സോ GQ ആണ് M1 M3 റിസപ്റ്റേഴ്സ്. M2 എന്ന് പറയുന്നത് ഇൻഹിബിറ്ററി ആക്ഷനാണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ കാർഡിയാക് മസിൽ. നമ്മളുടെ ഹാർട്ടിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നതാണ് M2. അവിടെ ആക്ഷൻ തരുന്നതെന്ന് വെച്ചാൽ G ഇൻഹിബിറ്ററി ആണ്. GI ആണ് അവിടെ ഉള്ള റിസപ്റ്റർ. ഓക്കെ, G ഇൻഹിബിറ്ററി പ്രോട്ടീൻ ആണ് അവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ദ ഇൻഹിബിറ്റ് അഡിനിലൈൽ സൈക്ലേസ്. നമ്മൾ എഫക്റ്റർ പ്രോട്ടീൻ എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? അഡിനിലൈൽ സൈക്ലേസ് ആണ്. സോ അഡിനൈൽ സൈക്ലേസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സൈക്ലിക് AMP ലെവൽ ഡിക്രീസ് ചെയ്യുകയും അതുവഴി പ്രോട്ടീൻ കൈനേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെല്ലിൻ്റെ ഫംഗ്ഷനും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതേസമയം തന്നെ ബീറ്റയും ഗാമയും എവിടെ ചെന്ന് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും? നമ്മളെ പൊട്ടാസ്യം ചാനൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പൊട്ടാസ്യത്തിൻ്റെ എഫ്ലക്സ് ഉണ്ടാക്കുകയും ചെയ്യും. അതുവഴി എന്ത് പറ്റും? സെല്ല് നെഗറ്റീവിലോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, സെൽ ഗെയിൻ മോർ ഇലക്ട്രോ നെഗറ്റീവ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ conductance to which heart respond will with a decrease in rate and force of contractionും ഹാർട്ടിൻ്റെ ആ ഒരു റേറ്റും എല്ലാം കുറയുകയൊക്കെ ചെയ്യും. കാരണം ദർ ഈസ് ദ ലോസ് ഓഫ് പൊട്ടാസ്യം അയോൺസ്. പൊട്ടാസ്യം പോസിറ്റീവ് അയോൺസ് സെല്ലിൽ നിന്ന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു അനലൈസ് നോക്കി. M1 M3 ആൻഡ് M5 സ്റ്റിമുലേറ്ററി ആക്ഷൻ. It acts on phosphatidyl ionocytosol, giving IP3 DAG and giving excitation to the cell. M2 and M4 inhibitory action, inhibiting adenylyl cyclase, thereby decreasing the cyclic AMP level and thereby inhibition of the cell. അടുത്ത നമുക്ക് ലൊക്കേഷൻ നോക്കാം. എവിടേക്കാണ് ഈ M3 M2 ഒക്കെ എവിടെയാണ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഐസിൽ നോക്കാം. ഐസിൽ സോ കോളിനർജിക് ആക്ഷൻ ഇൻ ഐറിസ് സ്പിൻഡർ പ്യൂപ്പിളായി. അപ്പോൾ അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്യൂപ്പിൾ കോൺട്രാക്ഷൻ നടക്കും. കോൺട്രാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഏത് ആക്ഷൻ ആയിരിക്കും? സ്റ്റിമുലേറ്ററി ആക്ഷൻ ആയിരിക്കും. സ്റ്റിമുലേറ്ററി ആക്ഷൻ ആയിരിക്കണമെങ്കിൽ എന്തൊക്കെയായിരുന്നു നമ്മളുടെ സ്റ്റിമുലേറ്ററി റിസപ്റ്റേഴ്സ്? ഏതൊക്കെയാണ്? M1 M3 M5. അപ്പോൾ ഇവിടെ ഉള്ള ഏതാണ്? M3 ആണ്. ഓക്കെ, സോ സ്റ്റിമുലേറ്ററിക്കകത്തുള്ള M3 ആണ് എവിടെ ഉള്ളത്? ഐസിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. സോ ഇവിടെ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിൽ സോ വെൻ വി ആർ അറ്റ് റെസ്റ്റ് ഓർ ഡൈജസ്റ്റ് സ്റ്റേറ്റ് വി നീഡ് മോർ ഓക്സിജൻ ഓർ ലെസ് ഓക്സിജൻ?
വി നീഡ് ലെസ് ഓക്സിജൻ അല്ലേ. നമുക്ക് ഓക്സിജൻ അധികം ഓടുമ്പം വേണ്ടിയ ഓക്സിജൻ വേണ്ട അല്ലേ. നമ്മൾ റെസ്റ്റായിട്ടിരിക്കുമ്പം കുറച്ച് ഓക്സിജൻ മതി. സോ ആ ബ്രോങ്ക്യൂൾസ് അപ്പം ഡയലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. ബ്രോങ്കോ കൺസ്ട്രക്ഷൻ മീൻസ് ദ റിസപ്റ്റർ ഷുഡ് ബി ആക്ടിവേറ്റഡ് ഈ സ്റ്റിമുലേറ്ററി റിസപ്റ്റർ എന്ന് പറയുമ്പം അത് ഏതായിരിക്കണം, M3 ആയിരിക്കണം. ഓക്കെ, സോ ഇൻ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസ് വി ആർ ഹാവിങ് M3 റിസപ്റ്റേഴ്സ്. യു ക്യാൻ സി M2 ആൾസോ ഹിയർ. M2 എന്ന് പറയുന്നത് ആ പോസ്റ്റ് സിനാപ്റ്റിക് നെർവ് എൻഡിങ്ങിലായിരിക്കും M2 കാണുന്നത്. M2 എന്ന് പറയുന്നത് നമ്മളുടെ α2 അഡ്രിനർജിക് റിസപ്റ്റർ ഞാൻ പറഞ്ഞു തന്നില്ലേ, അതേപോലൊരു നെഗറ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് തരുന്നതാണ് M2. അതായത് ഫർദർ ആയിട്ടുള്ള അസറ്റൈൽ കൊളൈൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് എന്തിനുള്ളത്, M2 റിസപ്റ്ററിനുള്ളത്. ആ എഫക്റ്ററിനകത്തായിരിക്കത്തില്ല, ആ പോസ്റ്റ് സിനാപ്റ്റിക് നെർവ് എൻഡിങ്ങിൽ തന്നെയായിരിക്കും ഒരു M2 റിസപ്റ്റർ പ്രസൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പം മോസ്റ്റ്ലി നമുക്ക് പറയാം, ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പം ഓർത്തോളുക M3 ആണ് കോൺട്രാക്ഷൻ ഓഫ് എയർവേ സ്മൂത്ത് മസിൽ. ഇത് ഓർത്തു വെച്ചേക്കുക. സോ ഇൻ സ്റ്റൊമക്കിൽ ഏതാണ് കാണുന്നത്, അസറ്റൈൽ കൊളൈൻ, വാഗസ് നെർവിന്ന് അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യും. അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റിമുലേറ്ററി ആക്ഷനാണ് ഉണ്ടാകുന്നത്, അതായത് കോൺട്രാക്ഷനാണ് നടക്കേണ്ടത്. കാരണം ആ ഒരു മൂവ്മെൻറ്റിനും അതുപോലെ തന്നെ ഗ്ലാൻസിൻ്റെ എല്ലാം സ്റ്റിമുലേഷനും ഒക്കെ വേണമെങ്കിൽ നമ്മളുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഒക്കെ അവിടെയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു ഗ്ലാൻസ് സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റിമുലേറ്ററി റിസപ്റ്റേഴ്സ് ആയിരിക്കണം എവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്, സ്റ്റൊമക്കിൽ. സോ ഏതൊക്കെയാണ്, M3യും M1 ആണ് എവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്, സ്റ്റൊമക്കിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇൻക്രീസ് ദ മോട്ടിലിറ്റി ഓഫ് ദ സ്റ്റൊമക്ക്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള M1 പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ M1 എവിടെയൊക്കെയാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഗ്യാസ്ട്രിക്, പരൈറ്റൽ സെൽസ് ആൻഡ് സലൈവറി ഗ്ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. M1 എവിടെയൊക്കെയാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഗ്യാസ്ട്രിക്, പരൈറ്റൽ സെൽസ്, സലൈവറി ഗ്ലാൻഡ്സ്. M2 ഈസ് പ്രസൻറ്റ് ഇൻ ഹാർട്ട്. അത് ഓർത്ത് വെച്ചേക്കുക, M2 ഹാർട്ട്. അടുത്ത M3 എല്ലാ ഗ്ലാൻസിലും എല്ലാ സ്മൂത്ത് മസിൽസിലും പ്രസൻറ്റ് ചെയ്തേക്കുന്നത് എന്താണ്, M3 ആണ്. ഗ്ലാൻസ് എന്ന് കേട്ടാൽ ഉടനെ ആലോചിച്ചോ അവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് M3 ആണ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സ്മൂത്ത് മസിൽസിലും എന്താണുള്ളത്, M3. കൺഫ്യൂസ് ചെയ്യരുത് സ്കെലിറ്റൽ മസിലും സ്മൂത്ത് മസിലും തമ്മിൽ. സ്കെലിറ്റൽ മസിൽ വേറെയാണ്, സ്കെലിറ്റൽ മസിൽ നമുക്ക് M ആണുള്ളത്. ഓക്കെ, ഇത് സ്മൂത്ത് മസിലാണ്. ഡോണ്ട് കൺഫ്യൂസ് ബിറ്റ്വീൻ സ്കെലിറ്റൽ മസിൽ ആൻഡ് സ്മൂത്ത് മസിൽ. ഓക്കെ, അപ്പോൾ എല്ലാ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ സലവറി ഗ്ലാൻഡ്, ലാക്രിമൽ ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്സിലെല്ലാം പ്രസൻറ്റ് ചെയ്തേക്കുന്നത് M3. സ്മൂത്ത് മസിൽസ് ആകുമ്പോൾ ബ്രോങ്ക്യൂൾസ്, GI, ബ്ലാഡർ, ജെനൈറ്റീലിയ, ഇവിടെ എല്ലാം M3 ആണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. സോ ആദ്യത്തെ M1 അതൊരു സമ്മറി പോലാണ്. M1, M2 ആൻഡ് M3. M1 എവിടേക്കാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഹിസ്റ്റമിൻ റിലീസ്, ആസിഡ് സെക്രീഷനെയൊക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ബ്രെയിനിലാണെങ്കിൽ ഇൻക്രീസ് മെമ്മറി, അറ്റൻഷൻ ആൻഡ് ഇമോഷണൽ റെസ്പോൺസ്. സോ ഈ കോളിനർജിക്, അതായത് കോളിനർജിക് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് നമുക്ക് ലേണിംഗ് അല്ലെങ്കിൽ മെമ്മറി ഒക്കെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് ഫംഗ്ഷനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്നതാണ് ഈ കോളിനർജിക്കിൻ്റെ ഒരു ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ ആൻറ്റി കോളിനർജിക് ഡ്രഗ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ദേ പ്രൊഡ്യൂസ് ഫോർഗെറ്റ്ഫുൾനെസ്. ഓക്കെ, മറവി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ആൻറ്റി കോളിനർജിക് ഡ്രഗ്സ് കൊടുക്കുമ്പോൾ. ഓക്കെ, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതുപോലെ M2 ആണെങ്കിൽ റെഡ്യൂസ് ഹാർട്ട് റേറ്റ്, സ്ലോ AV നോട്ട് കണ്ടക്ഷൻ, റെഡ്യൂസ് ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ. M3 ആകുമ്പോൾ ഗ്ലാൻസിലൊക്കെ ആക്ട് ചെയ്യും. ലൂബ്രിക്കേഷൻ, അതായത് ഇൻക്രീസ് സലവറി സെക്രീഷൻ, അതുപോലെ തന്നെ സ്കിൻ ലൂബ്രിക്കേഷൻ. ഈവൻ ഇൻ ലങ്സിലാണെങ്കിൽ ആ മ്യൂക്കസ് സെക്രീഷനൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് വെസൽസിലാണെങ്കിൽ ഇൻക്രീസസ് വാസോ ഡയലേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമക്കോളജിക്കൽ ആക്ഷൻസിനെ കുറിച്ചാണ്. സോ വെൻ വാഗസ് നെർവ് ഈസ് സ്റ്റിമുലേറ്റഡ്, അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യും. അസറ്റൈൽ കൊളൈൻ എവിടേക്കാണ് റിലീസ് ചെയ്യുന്നത്, അറ്റ് മസ്കുറാനിക് റിസപ്റ്റേഴ്സ് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്. അപ്പം മസ്കുറാനിക് റിസപ്റ്റേഴ്സ് എവിടെയൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് എവിടെയൊക്കെയുണ്ടോ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഐയിലാണ്. ഐയിൽ
അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? നമ്മളെ സീലിയറി മസിൽസ് ഇല്ലേ, ആ പിക്ചർ നോക്കിക്കേ, സീലിയറി മസിൽസ് ഉണ്ട്. ആ സീലിയറി മസിൽസ് കോൺട്രാക്ഷൻ ഉണ്ടാകും. ഓക്കെ, സീലിയറി മസിൽസിന് കോൺട്രാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സസ്പെൻസറി ലിഗമെൻറ്റ്സ് റിലാക്സ്ഡ് ആവും. സസ്പെൻസറി ലിഗമെൻറ്റ്സ് റിലാക്സ്ഡ് ആയാൽ ലെൻസ് എന്ത് ചെയ്യും? ലെൻസ് അങ്ങ് ബൾജ് ചെയ്യും. അതങ്ങ് റിലാക്സ്ഡ് സ്റ്റേറ്റിൽ പോകുമ്പോൾ ലെൻസ് അങ്ങ് ബൾജ് ചെയ്യും. നിങ്ങൾ ആ പിക്ചർ, മേലത്തെ പിക്ചറും താഴത്തെ പിക്ചറും നോക്കിയാൽ മതി, മനസ്സിലാവും. ആദ്യത്തെ കാണുന്നത് നോർമൽ സ്റ്റേറ്റിലാണ്. ആ ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ അസറ്റൈൽ കൊളൈൻ്റെ റിലീസ് കാരണം എന്ത് സംഭവിക്കും? ആ സസ്പെൻസറി ലിഗമെൻറ്റ്സ് കുറച്ചങ്ങ് റിലാക്സ് ചെയ്ത് കാണും. അപ്പോൾ എന്ത് പറ്റും? ലെൻസ് ഒരുമാതിരി ബൾജ് ചെയ്ത് കാണും അല്ലേ, നല്ല വട്ട ഷേപ്പിലായിരിക്കും പിന്നെ ആ ഒരു ലെൻസ് ഇരിക്കുന്നത്. അങ്ങനെ ലെൻസ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ നിയർ വിഷൻ, അതായത് ഷോർട്ട് ഡിസ്റ്റൻസ് വിഷൻ. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റ് രീതിയിലിരിക്കുവാണ്, പാരാസിമ്പത്തറ്റിക് ആക്ടിവേഷൻ സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ബുക്സ് ഒക്കെ റീഡ് ചെയ്യുന്നത് അല്ലേ സാധാരണ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലെന്ന് പറയുന്നത് നമ്മളുടെ ഐസ് എന്ന് പറയുന്നത് ബൾജ് ഷേപ്പിലായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ആക്ഷൻ, അസറ്റൈൽ കൊളൈൻ്റെ ഐയുടെ ഒരു ആക്ഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, സോ ഇത് രണ്ടാമത്തെ ആക്ഷനാണ്, അസറ്റൈൽ കൊളൈൻ്റെ റിലീസ് കാരണം ഐയിലുണ്ടാകുന്ന രണ്ടാമത്തെ ആക്ഷൻ. ബൈ കോൺട്രാക്റ്റിംഗ് സർക്കുലർ ഫൈബേഴ്സ് ഓഫ് സ്ഫിൻഡർ പ്യൂപ്പിലെ. ഈ പിക്ചറിനകത്ത് നോക്കിയാൽ സ്ഫിൻഡർ പ്യൂപ്പിലെ നിൽക്കുകയാണ്, സ്ഫിൻഡർ മസിൽസ് കാണാൻ കഴിയും അല്ലേ, ആ പിക്ചർ നോക്കിക്കേ. സോ ആ സ്ഫിൻഡർ പ്യൂപ്പിലയുടെ കോൺട്രാക്ഷൻ ഉണ്ടാകും. കോൺട്രാക്ഷൻ ഉണ്ടാകുക എന്ന് വെച്ചാൽ കൺസ്ട്രിക്ഷൻ ഓഫ് പ്യൂപ്പിൾ. ഓക്കെ, സ്ഫിൻഡർ പ്യൂപ്പിലെ കോൺട്രാക്ട് സോ ദാറ്റ് there will be the constriction of pupil. അപ്പോൾ എന്താ ഉണ്ടാകുക? മയോസിസ് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു ആക്ഷൻ കാരണം, ഈ കോൺട്രാക്ഷൻ കാരണം ദിസ് ഫെസിലിറ്റേറ്റ് ദ ഫ്ലോ ഓഫ് അക്യുമുലേറ്റഡ് ഓക്കുലർ ഫ്ലൂയിഡ്, അതായത് അക്വസ് ഹ്യൂമറിൻ്റെ അക്യുമുലേറ്റ് ചെയ്ത അക്വസ് ഹ്യൂമർ അതിൻ്റെ ഫ്ലോ നടക്കും. എങ്ങോട്ട്? ഐറിസ് ഏരിയയിലോട്ട്, ഐറിസിൻ്റെ ഫ്രണ്ട് റീജിയനിലോട്ട് ഈ ഒരു അക്വസ് ഹ്യൂമറിൻ്റെ ഫ്ലോ നടക്കുകയും അതുവഴി ഇൻട്രാ ഓക്കുലർ പ്രഷർ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ത്രൂ കനാൽ ഓഫ് സ്ലെം ആൻഡ് സബ്സിക്വൻറ്റ് റിഡക്ഷൻ ഇൻ ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഈ ഒരു ഇവിടെ ഒരു കോൺട്രാക്ഷൻ നടക്കുമ്പം ഇവിടെ ഒരു സ്ഫിൻഡർ മസിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഡയലേറ്റർ, സ്ഫിൻഡർ മസിൽ എന്ന് എഴുതിയേക്കുന്നത്. അതിൻ്റെ ഒരു കോൺട്രാക്ഷൻ നടക്കുമ്പം ഈ ഒരു ആരോ ഇട്ടേക്കുന്നതാണ് ആ ഫ്ലോ എന്ന് പറയുന്നത്. അക്വസ് ഹ്യൂമറിൻ്റെ ഫ്ലോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ അക്യുമുലേറ്റ് ചെയ്തേക്കുന്ന അക്വസ് ഹ്യൂമർ ഈ ഒരു ആരോ വഴി എന്ത് പറ്റും? ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ വഴി ഐറസ് ഫ്രണ്ടിലോട്ട് അതിന് പോകാൻ സാധിക്കും. സോ ദെയർ ബൈ ഇൻട്രാ ഓക്കുലർ പ്രഷർ റെഡ്യൂസ് ചെയ്യും. സോ നെക്സ്റ്റ് ഓൺ ഗ്ലാൻസിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി സ്റ്റിമുലേറ്ററി ആക്ഷൻ ആയിരിക്കും. M3 റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ചിലയിടത്ത് M1 പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെൻ അസറ്റൈൽ കൊളൈൻ ആക്ട്സ് ഓൺ ദിസ് ഗ്ലാൻഡ് ദർ ഈസ് ദ സ്റ്റിമുലേറ്ററി എഫക്റ്റ്, ഇൻക്രീസ് ആൾ ദ സെക്രീഷൻസ്. ബ്രോങ്കിയലിലാണെങ്കിൽ ലങ്സിൽ ഉള്ള ഗ്ലാൻസ്, അതായത് മ്യൂക്കസ് സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ്സ് വൈ cholinergic drugs are contraindicated for asthma patients. ആസ്മയ്ക്ക് ആൾറെഡി ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ്. ഇപ്പം ആ ഒരു സമയത്ത് നമ്മൾ കോളിനർജിക് ഡ്രഗ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? മ്യൂക്കസ് സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് ഫർദർ ആയിട്ട് അവരെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആസ്മയെ ഒന്നും കൂടെ എക്സാജറേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ കോളിനർജിക് ഡ്രഗ്സ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നാസോഫാരഞ്ചിയൽ സെക്രീഷൻസ് എല്ലാം ഇൻക്രീസ് ചെയ്യും. ലാക്രിമൽ ടിയേഴ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻസ്. ഓക്കെ, സോ M1 എന്ന് പറയുന്നത് റിസപ്റ്റേഴ്സ് ആൾസോ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു കോളിനർജിക് സ്റ്റിമുലേഷൻ ഓഫ് സലൈവറി സെക്രീഷൻസ്. സോ നെക്സ്റ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓൺ ഹാർട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാഗസ് നെർവിൻ്റെ സ്റ്റിമുലേഷൻ കാരണം എന്താണ് സംഭവിക്കുന്നത് ഹാർട്ടിൽ? നമുക്കറിയാം അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യും. വാഗസ് നെർവ് തന്നെ രണ്ടായിട്ടാണ് നമ്മളുടെ ഹാർട്ടിൽ ആക്ട് ചെയ്യുന്നത്. 1:2 SA നോഡ് ആൻഡ് അനദർ 1:2 AV നോഡ്. ഓക്കെ, എപ്പോഴും റൈറ്റ് വാഗസ് ഈസ് ഗോയിങ് ടു SA നോഡ് ആൻഡ് ലെഫ്റ്റ് വാഗസ് നെർവ് ഈസ് ഗോയിങ് ടു AV നോഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഗസ് നെർവിൻ്റെ സ്റ്റിമുലേഷൻ, അസറ്റൈൽ കൊളൈൻ്റെ റിലീസ് കാരണം എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യും. അതായത് കാർഡിയാക് സ്ലോയിങ് ഉണ്ടാവും, ബ്രാഡിയോകാർഡിയ ഉണ്ടാകും. ഓക്കെ, സോ SA നോഡിൻ്റെ ഇൻഹിബിറ്ററി ആക്ഷൻ കാരണം എന്താണ് ഉണ്ടാകുന്നത്? ബ്രാഡിയോകാർഡിയ ഉണ്ടാകും. AV നോഡിൻ്റെ സ്റ്റിമുലേഷൻ കാരണം, അതായത് ഇൻഹിബിറ്ററി ആക്ഷൻ കാരണം എന്താണ് ഉണ്ടാകുന്നത്? AV ബ്ലോക്ക് ഉണ്ടാകും. അതായത് നെഗറ്റീവ് chronotropic effect, negative dromotropic effect,
ആൻഡ് നെഗറ്റീവ് അയണോട്രോപ്പിക് എഫക്റ്റ്, അതായത് വെൻട്രിക്കിൾസിലോട്ടുള്ള വാഗസ് നെർവിൻ്റെ ഇനർവേഷൻ തീരെ കുറവാണ്. നമുക്ക് അധികമായിട്ടൊരു ഇനർവേഷൻ നമുക്ക് പറയാൻ കഴിയില്ല വെൻട്രിക്കിൾസിനകത്തോട്ടുള്ള ഒരു ഇനർവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺട്രാക്ടിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് അധികം അങ്ങോട്ട് ഒരു ഡിക്രീസ്ഡ് എഫക്റ്റ് ആയിരിക്കും, പക്ഷേ അതങ്ങോട്ടൊരു മാർക്ക്ഡ് എഫക്റ്റ് ആയിരിക്കില്ല വെൻട്രിക്കിൾസിൽ ഉള്ള എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെന്ന് മനസ്സിലായല്ലോ? വാഗസ് നെർവിൻ്റെ ഇന്നോവേഷൻ എങ്ങോട്ടൊക്കെ ഉള്ളൂ? എസ് എനുള്ളിലും എ വിയിലോട്ടുമാണ് മെയിനായിട്ട് ഉള്ളത്. ഇനി ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഏതാണ് അവിടെയുള്ള റിസപ്റ്റർ? എസ് എനുള്ളിലും എ വിനുള്ളിലും ഇൻഹിബിറ്ററി ആക്ഷൻ തരുന്ന റിസപ്റ്റർ ഏതാണ്? M2 റിസപ്റ്റർ ആണ്. ഓക്കെ, സോ M2 റിസപ്റ്ററിലാണെങ്കിൽ ഇൻഹിബിറ്ററി ആണെങ്കിൽ ജി ഇൻഹിബിറ്ററി പ്രോട്ടീൻ ആണുള്ളത്. ഓക്കെ, ജി ഇൻഹിബിറ്ററി GI ആണ്. അപ്പം ബാക്ക് ടു നമ്മളുടെ ജി സ്റ്റിമുലേറ്ററിക്കകത്തുള്ള ആ ഇൻഹിബിറ്ററിയുടെ ആക്ഷൻ അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ജി ഇൻഹിബിറ്ററി ആണെങ്കിൽ എന്ത് സംഭവിക്കും? അഡിനൽ സൈക്ലേസിനകത്ത് ഇൻഹിബിറ്ററി ആക്ഷൻ സൈക്ലിക് AMPയുടെ ലെവൽ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? പ്രോട്ടീൻ കൈനേസ് A റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? കാൽസ്യം ചാനൽസ് എല്ലാം ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ചാനൽസ് എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യും. പൊട്ടാസ്യം ചാനൽ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? there will be more loss of potassium ions from the cell. പൊട്ടാസ്യത്തിൻ്റെ ലോസ് ഉണ്ടാകും, സെല്ലിൽ നിന്ന് പൊട്ടാസ്യത്തിൻ്റെ എഫ്ലക്സ് ഉണ്ടാകും. സോ എന്ത് സംഭവിക്കും? നമ്മളുടെ മയോകാർഡിയൽ സെൽ ബിക്കം ഹൈപ്പർ പോളറൈസ്ഡ്. എന്ത് സംഭവിക്കും? ഹൈപ്പർ പോളറൈസ്ഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് ഈ ഏട്രിയൽ സെൽ വെൻ മോർ പൊട്ടാസ്യം അയൺ ഗോസ് ഔട്ട്, ഏട്രിയൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ബിക്കം ലെസ്. ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡ്യൂറേഷൻ കുറയും. അത് ഓർത്തു വെച്ചേക്കുക. കാരണം സെല്ല് ഹൈപ്പർ പോളറൈസ്ഡ് ആകുമ്പോൾ, അതായത് -90 mV ആണ് ഇപ്പോൾ ഈ പൊട്ടാസ്യം അയോൺസ് കൂടുതലായിട്ടും പോയി സെല്ലങ്ങ് നെഗറ്റീവായി -90 mV വീണ്ടും ഹൈപ്പർ പോളറൈസ്ഡ് ആയി ഒരു -95 mV ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ സോഡിയം ചാനൽസ് ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങും. ഓക്കെ, സോഡിയം ചാനൽസ് ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഫാസ്റ്റായിട്ട് വരാൻ തുടങ്ങും. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ കുറയും. ഫാസ്റ്റായിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ എന്ത് സംഭവിക്കും? ബിക്കംസ് ലെസ്. ഡ്യൂറേഷൻ ഓഫ് റിഫ്രാക്ഷൻ ആൾസോ ലെസ്. അതായത് റിഫ്രാക്ടറി പീരീഡിൻ്റെ അളവ് എന്ത് ചെയ്യും? ലെസ് ആവും. ഏട്രിയൽ ഫ്ലട്ടർ ക്യാൻ കൺവേർട്ടഡ് ടു ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫ്ലട്ടർ എന്തായിട്ട് മാറും? ഏട്രിയൽ ഫിബ്രിലേഷനായിട്ട് മാറാനും ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹേർട്ടിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. Next is the vascular system, that is blood vessels, action of vagus nerve or acetylcholine on blood vessel. So നമുക്കറിയാം most of the vascular have no parasympathetic innervations, അതായത് no cholinergic nerve ending is there in blood vessels. cholinergic nerve endings നമുക്ക് എവിടെ കാണാൻ കഴിയില്ല? ബ്ലഡ് വെസൽസിൽ കാണാൻ കഴിയില്ല, അല്ലേ? ബട്ട് എൻഡോത്തീലിയം, ഈ ബ്ലഡ് വെസൽസിനകത്തുള്ള എൻഡോത്തീലിയത്തിനകത്ത് എന്തുണ്ട്? M3 റിസപ്റ്റേഴ്സ് ഉണ്ട്, അല്ലേ? M3 റിസപ്റ്റേഴ്സ് ബ്ലഡ് വെസൽസിനകത്തുണ്ട്. പക്ഷേ കോളിനർജിക് നെർവ് എൻഡിങ്സ് എവിടെയില്ല? ബ്ലഡ് വെസൽസിൽ ഇല്ല. അതായത് പാരാസിമ്പത്തറ്റിക് ഇന്നോവേഷൻ എങ്ങോട്ടില്ല? ബ്ലഡ് വെസൽസില്ല. പക്ഷേ M3 റിസപ്റ്റേഴ്സ് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ M3 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം M3 റിസപ്റ്റേഴ്സിനെ? അതെങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇഫ് യു ആർ ഗിവിങ് ഇൻ എ ഡ്രഗ്, എന്തെങ്കിലും അസറ്റൈൽ കൊളൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അസറ്റൈൽ കൊളൈൻ നമുക്ക് കോളിനർജിക് ഏജൻസ് കൊടുക്കുകയാണെങ്കിലോ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, M3 ബ്ലഡ് വെസൽസിനെ നമുക്ക് M3 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് ആൻ എൻസൈം, ഇറ്റ് ഈസ് കാൾഡ് എ നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. ഓക്കെ, ഒരു എൻസൈം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നോക്കിക്കേ, M3 റിസപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്ററി ആണ്. സോ സ്റ്റിമുലേറ്ററി റിസപ്റ്റർ ആകുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്നത് G പ്രോട്ടീൻ ഏതാണ്? GQ ആണ്. നമ്മൾ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് GQ ആണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഫോസ്ഫാറ്റിഡൈൽ അയണോഫോസ്ഫേറ്റ്, then it get activated and stimulated to IP3 and DAG, അല്ലേ? IP3 DAG ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. സോ ഫ്രം IP3 അയണോസൈറ്റസോൾ
ട്രൈഫോസ്ഫേറ്റ് എന്ത് ഉണ്ടാകും? കാൽസ്യം. IP3 സ്റ്റിമുലേറ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ER എന്നിട്ടേക്കുന്ന കണ്ടോ അവിടെ ഈ പിക്ചറിനകത്ത്? ER എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് എന്ത് വരും? കാൽസ്യത്തിനെ വെളിയിലോട്ട് കൊണ്ടുവരും അല്ലേ? കാൽസ്യത്തിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. സോ കാൽസ്യം ആക്ടിവേറ്റ്സ് കാൽമോഡിലിൻ. ദാറ്റ് കാൽസ്യം കാൽമോഡിലിൻ കോംപ്ലക്സ് ആക്ടിവേറ്റ്സ് ഓൺ നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. നൈട്രിക് ഓക്സൈഡ് സിന്തേസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് കൺവേർട്ട് അർജിനിൻ ടു നൈട്രിക് ഓക്സൈഡ്. ഓക്കെ, അർജിനൈൻ എന്ന് പറയുന്നത് വൺ ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ആണ്. ഓക്കെ, ഈ അർജിനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? നൈട്രിക് ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. ആരാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഏത് എൻസൈമാണ് കൺവേർട്ട് ചെയ്യുന്നത്? നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം. NO സിന്തേസ് എന്നിട്ടേക്കുന്നുണ്ടോ? സോ ദാറ്റ് എൻസൈം വിൽ കൺവേർട്ട് അർജിനൈൻ ടു നൈട്രിക് ഓക്സൈഡ്. ദിസ് നൈട്രിക് ഓക്സൈഡ് activates guanyl cyclase, okay, and thereby the conversion of GTP to cyclic GMP in smooth muscles. Smooth musclesനകത്ത് cyclic GMPയെ ആക്ടിവേറ്റ് ചെയ്യും. guanyl cyclase will activate cyclic GMP. cyclic GMP എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും? പ്രോട്ടീൻ കൈനേസ് G ആക്ടിവേറ്റ് ചെയ്യും. and in turn it will cause the muscle relaxation, that is dilation of blood vessel. blood vesselsൻ്റെ dilation ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? there will be the decrease in blood pressure decrease ചെയ്യും, which causes hypotension. ഓക്കെ, അതുവഴി എന്തുണ്ടാകും? ഹൈപ്പോടെൻഷൻ ഉണ്ടാകും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ബ്ലഡ് വെസൽസിനകത്ത് എൻഡോത്തീലിയൽ സെൽസ് ആണ്. എൻഡോത്തീലിയൽ സെൽസിനകത്ത് M3 റിസപ്റ്റേഴ്സ് ഉണ്ട്. M3 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് അവിടെ കോളിനർജിക് ഇന്നവേഷൻസ് ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എക്സ്റ്റേണലായിട്ട് അസിറ്റൈൽ കൊളൈൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ റിലേറ്റഡ് ഡ്രഗ്സ് എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ M3 റിസപ്റ്റേഴ്സിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. M3 റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് GQ പ്രോട്ടീനാണ്. GQ എന്ന് പറയുമ്പോൾ സ്റ്റിമുലേറ്ററി ആക്ഷനാണ്. IP3 DAG പാത്വേ അണ്ടർഗോ ചെയ്യുന്നതാണ്. കാൽസ്യം ഉണ്ടാവും, കാൽസ്യത്തിൻ്റെ ഇൻക്രീസ് ഉണ്ടാവും സെല്ലിൽ. കാൽസ്യം എന്ത് സംഭവിക്കും? കാൽമോഡിൻ കോംപ്ലക്സുമായിട്ട് ആക്ടിവേറ്റ് ചെയ്യും. കാൽമോഡിൻ കോംപ്ലക്സ് എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും? സോ നൈട്രിക് ഓക്സൈഡ് സിന്തേസിനെ ആക്ടിവേറ്റ് ചെയ്യും. ദാറ്റ് കൺവേഴ്സ് അർജിനൈൻ ടു നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് എന്തായിട്ട് മാറ്റും? ഗ്വാനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഗ്വാനൈൽ സൈക്ലേസ് ഇൻറ്റേൺ ആക്ടിവേറ്റ് സൈക്ലിക് AMP. സൈക്ലിക് AMPയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സൈക്ലിക് GMPയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോട്ടീൻ കൈനേസ് GA ഇൻക്രീസ് ചെയ്യും. സോ ദർ വിൽ ബി ദ മസിൽ റിലാക്സേഷൻ ആൻഡ് ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. അപ്പോൾ ഇത്രയാണ് ബ്ലഡ് വെസൽസിനകത്ത് നടക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്മൂത്ത് മസിൽസിനകത്തുള്ള ആക്ഷൻസ് ആണ്. നമുക്ക് എവിടെയൊക്കെ ബോഡിയിൽ സ്മൂത്ത് മസിൽസ് ഉണ്ടോ അവിടുത്തെ ആക്ഷനാണ് പറഞ്ഞത്. മെയിൻലി ത്രൂ M3 റിസപ്റ്റേഴ്സ് ആണ്. സ്മൂത്ത് മസിൽസ് നമുക്ക് M3 റിസപ്റ്റേഴ്സ് ആണ് കാണാൻ കഴിയുക, സ്റ്റിമുലേറ്ററി ആക്ഷനാണ്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് M2 റിസപ്റ്റേഴ്സും കാണാൻ കഴിയും, കാരണം ഇൻഹിബിറ്ററി ആക്ഷൻ ഉണ്ടാകുന്നുണ്ട്. എക്സ്പെഷ്യലി ഇൻ സ്റ്റൊമക്കിലാണെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ ആ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കണം. സോ ദർ ഷുഡ് ബി M3 റിസപ്റ്റേഴ്സ്. അതുപോലെ സ്പിൻറ്റേഴ്സിന് റിലാക്സേഷൻ വേണം. നിങ്ങൾക്കറിയാം ഈസോഫാഗൽ സ്പിൻറ്റേഴ്സ് അല്ലെങ്കിൽ ആ സ്പിൻറ്റേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സോ സ്പിൻറ്റേഴ്സിലുള്ളത് M2 റിസപ്റ്റേഴ്സ് ആണ്. സോ ആ M2 റിസപ്റ്റേഴ്സിനകത്ത് റിലാക്സേഷൻ നടന്നാൽ മാത്രമേ ആ ഒരു പെരിസ്റ്റാൾസിസും ടോണും സോ ഇറ്റ് വിൽ കോസസ് അബ്ഡോമിനൽ ക്രാംസ് ആൻഡ് ഇവാക്യുവേഷൻ ഓഫ് ദ ബൗൾ. അടുത്തതെന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇഫ് യു ആർ ഗിവിങ് കോളിനർജിക് ഡ്രഗ്സ് ടു ഈ പെപ്റ്റിക് അൾസർ പേഷ്യൻറ്റിന് നമ്മൾ കോളിനർജിക് ഡ്രഗ്സ് കൊടുത്താൽ ഇറ്റ് precipitate more, it is contraindicated to peptic ulcer patient. എന്താണെന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോളിനർജിക് ഡ്രഗ്സ് എപ്പോഴും കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അടുത്തതെന്ന് വെച്ചാൽ യൂറിറ്ററിലാണ്, അതായത് പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ ഡിട്രസൽ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൺട്രാക്ഷൻ എന്ന് പറയുമ്പം അവിടെ M3 റിസപ്റ്റേഴ്സ് ആണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ which help in contraction of the bladder. വോയിഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്
M2 റിസപ്റ്റേഴ്സ് ആണ്. കാരണം സ്പിൻഡേഴ്സിനകത്ത് അവിടെ ഉള്ളത് M2 റിസപ്റ്റേഴ്സ് ആണ്. സോ ഇറ്റ് കോസസ് റിലാക്സേഷൻ, ഇറ്റ് ഹെൽപ്പ് ഇൻ വോയിഡിങ് ഓഫ് ബ്ലാഡർ. അടുത്തതെന്ന് പറയുന്നത് ബ്രോങ്കിയൽ മസിൽസിലാണ്. ബ്രോങ്കിയൽ മസിൽസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രോങ്കിയോൾസ് ആണ് നടക്കുന്നത്. സോ ഈവൻ ഇൻ ആസ്മാറ്റിക് പേഷ്യൻസിനാണെങ്കിൽ ദേ ആർ ഹൈലി സെൻസിറ്റീവ് ബിക്കോസ് മ്യൂക്കസ് സെക്രീഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, മ്യൂക്കസ് സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുമ്പം ബ്രോങ്കിയൽ ആസ്മ പേഷ്യൻസിന് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനും ഡിസ്പ്നോയ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുമുള്ള ചാൻസ് ഉണ്ട്. സോ ഇഫ് യു ആർ ഗിവിങ് കോളിനർജിക് ഡ്രഗ്സ് ടു ആസ്മാറ്റിക് പേഷ്യൻറ്റ് ഇറ്റ് വിൽ കോസ് പ്രസിപ്പിറ്റേറ്റ് ആസ്മ ആൻഡ് ഡിസ്പ്നോയ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം സെക്ഷൽ ഓർഗാൻസിൻ്റെ കേസസിലാണെങ്കിൽ ഇറ്റ് കോസസ് സിമ്പത്തറ്റിക് ആക്ഷൻ, അതായത് അസറ്റൈൽ കൊളൈൻ്റെ റിലീസ്, അതായത് നൈട്രിക് ഓക്സൈഡിൻ്റെ ആക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റിലാക്സ് ആക്ടിവിറ്റിയാണ് ഉണ്ടാകുന്നത്. ഇറ്റ് കോസസ് ദ ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് സപ്ലൈ ടു ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ ആൻഡ് ഇറ്റ് കോസസ് ഇറക്ഷന് കാരണമാകുന്നു. പക്ഷേ ഇൻ മെയിൽ ബോത്ത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് വർക്ക് ടുഗദർ. ഓക്കെ, അതായത് ഇറക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക്കും ഇജാക്കുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത് സിമ്പത്തറ്റിക്കും ആയിരിക്കും. സോ ഇൻ ഫീമെയിൽ വജൈനൽ സെക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത്, ആ സെക്രീഷനെല്ലാം നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? സെക്രീഷൻ ഗ്ലാൻസിൻ്റെയൊക്കെ സ്റ്റിമുലേഷൻ വരണമെങ്കിൽ ദർ ഷുഡ് ബി M3 റിസപ്റ്റർ. ഓക്കെ, അപ്പം ആ ഒരു പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതേസമയം ഓർഗാസം വരണമെങ്കിൽ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, സോ അടുത്തതെന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ്റെ ആക്ഷൻ അറ്റ് നിക്കോട്ടിക് റിസപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഓട്ടോണോമിക് ഗാംഗ്ലിയ. ഓട്ടോണോമിക് ഗാംഗ്ലിയയിൽ NN ടൈപ്പ് റിസപ്റ്റേഴ്സ് ആയിരിക്കും. സ്റ്റിമുലേഷൻ ഓഫ് ബോത്ത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഗാംഗ്ലിയ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. ഓക്കെ, ആ രണ്ട് അസറ്റൈൽ കൊളൈൻ്റെ ആക്ഷൻ കാരണം രണ്ടിടവും സ്റ്റിമുലേറ്റഡ് ആവും. അടുത്തതെന്ന് പറയുന്നത് സ്കെൽറ്റൽ മസിലാണ്, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അവിടെ അസറ്റൈൽ കൊളൈൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കോൺട്രാക്ഷൻ ഓഫ് മസിൽ ഫൈബേഴ്സ് ഉണ്ടാവും. ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചക്ഷൻ ഓഫ് ഹൈ ഡോസ് ക്യാൻ കോസ് ട്വിച്ചിങ് ആൻഡ് ഫാസിക്കുലേഷൻ, അതായത് ട്വിച്ചിങ്ങും ഫാസിക്കുലേഷൻസും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇൻട്രാ ആർട്ടീരിയൽ ആണെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ. അതേസമയം IV-യിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം IV-യിൽ അങ്ങോട്ട് കൊടുത്താൽ ഉടനെ അസറ്റൈൽ കൊളൈൻ എന്ത് പറ്റും? ഹൈഡ്രോളിസിസ് ആയി പോവും, കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബ്യൂട്രൈൽ എസ്റ്ററേസ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് CNS-ലാണ്. CNS-ലോട്ട് അസറ്റൈൽ കൊളൈൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അസറ്റൈൽ കൊളൈൻ ഇഞ്ചക്ഷൻ IV ഡസ് നോട്ട് പെനിട്രേറ്റ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് അസറ്റൈൽ കൊളൈന് എത്താൻ പറ്റില്ല സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ അധികം സെൻട്രൽ നെർവസ് സിസ്റ്റം എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇഫ് യു ആർ ഇഞ്ചക്റ്റിംഗ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്രെയിൻ അതർ കോളിനർജിക് ഡ്രഗ്സ് ഓർ ത്രൂ എനി അതർ കോളിനർജിക് ഡ്രഗ്സ് വിച്ച് എൻറ്റേഴ്സ് ബ്രെയിൻ പ്രൊഡ്യൂസ് കോംപ്ലക്സ് പാറ്റേൺ ഓഫ് സ്റ്റിമുലൈസേഷൻ ഫോളോഡ് ബൈ ഡിപ്രഷൻ. സോ ഡിപ്രഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇഫ് യു ആർ ഗിവിങ് അസറ്റൈൽ കൊളൈൻ ടു ബ്രെയിൻ.